യേശു സത്യമാണ്. യേശു ഒഴ മാറ്റുന്നതും പല്ലുവേദന മാറ്റുന്നതും നടുവേദന മാറ്റുക മാത്രമല്ല, ഭ്രാന്തന്മാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ യേശു ഇവിടെ എത്തിയിട്ടുണ്ട്. അലങ്കോലപ്പെട്ടതിനെ യേശു തിരിച്ചലങ്കരിക്കും. മണ്ണീന്ന് വന്നവൻ സകലരെയും പാപിയാക്കിയെങ്കിൽ റിണ്ണീന്ന് വന്നവന് എന്തുകൊണ്ട് സകലരെയും നീതിമാന്മാരാക്കി കൂടാ? ഗ്രേസ് ഫെലോഷിപ്പിൻ്റെ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന TV പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലെ മീറ്റിങ്ങുകൾ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് ഫോണിലൂടെയും ഇമെയിലിലൂടെയും നേരിട്ടും അനേകർ വന്ന് പറയുവാൻ ഇടയായി. അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. അനേകരോടുള്ള ദൈവിക പ്രവചനങ്ങൾ, ദൈവിക ശബ്ദം കർത്താവ് നിവർത്തിച്ചു വന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാനിടയായി. അടൂരിലുള്ള ലോഗോസ് ഓഡിറ്റോറിയത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഈ സാക്ഷി പറയുന്നത് കേൾക്കുവാൻ ഞങ്ങൾക്ക് കർത്താവ് സഹായിച്ചു. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഓർത്ത് വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആ സന്ദേശം ശ്രദ്ധിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വചനത്തിലേക്കാണ് നമ്മൾ പോവുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ മൈക്കിലൂടെ ഒന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. യേശുവിൻ്റെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? സകല നാമത്തിനും മേലായ നാമമാണ് നാം വിശ്വസിക്കുന്ന യേശുവിൻ്റെ നാമം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടത്? ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ദൈവശക്തി തിരിച്ചറിയാൻ പറ്റും. യേശുവിൻ്റെ നാമം രോഗികളെ സൗഖ്യമാക്കുന്നത് ഏതെങ്കിലും ദൈവദാസന്മാരുടെ കഴിവ് കൂടിയുണ്ടല്ല. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറയുന്നത് കേട്ടു, ഇപ്പോൾ പല്ലുവേദന മാറ്റാനോ ചെവിക്ക് വേദന മാറ്റാനോ. എൻ്റെ പ്രിയര്, ഇതിന് കറക്റ്റാണ്, അതിനുവേണ്ടി മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരുത്തൻ്റെ പല്ലുവേദന മാറ്റാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുമോ? സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ തലവേദന മാറ്റാൻ പറ്റുമോ? അതിനങ്ങനെ മാറ്റിയിട്ടുണ്ട്. യേശുവിൻ്റെ കൈ എല്ലി ഇതിനെ പിന്നിൽ ചലിച്ചതാണ്. എത്ര പേർ വിശ്വസിക്കുന്നതാണ്? ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർക്കൊരു ദൈവശക്തിയായിട്ട് ഇത് മാറും. വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയായി മാറും. വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയായി മാറും. കാരണം ഇത് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ദൈവദാസന്റെ കഴിവ് കൊണ്ടല്ല. ഈ നാമത്തിന്റെ പ്രത്യേകത ഏതാണ്? ഈ നാമം എവിടെ ഉയർത്തപ്പെട്ടോ അവിടെ രോഗി സൗഖ്യമാകും, അവിടെ ഭൂതം പുറത്തു പോകും, ദൈവരാജ്യം വന്ന് സ്ഥാപിക്കപ്പെടും, അവിടെ സ്നാനങ്ങൾ നടക്കും, അവിടെ സഭാ വളർച്ച ഉണ്ടാകും, അവിടെ നിത്യതയിലേക്ക് ആളെ കൊണ്ടുപോയിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഈ നാമം ഞങ്ങൾ പറയാനുള്ള കാരണം ഞങ്ങളെ തൊട്ട നാമമാണ്. ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചത് കൊണ്ട് പ്രസംഗിക്കാൻ നിൽക്കുവല്ല ഞങ്ങൾ. ഏതെങ്കിലും സെമിനാരിയിൽ പഠിപ്പിച്ചത് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അതുപോലെ തിരിച്ചു വിളമ്പാൻ നിൽക്കുവല്ല ഞങ്ങളെ അവൻ തൊട്ടു. അതുപോലെ ഈ യേശുവിനെ വിശ്വസിക്കുന്ന ആരെ വേണേലും തൊടാൻ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഈ യേശു വന്നിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് സ്വന്തം കഴിവില്ലായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ബലമില്ലായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ബലവും ധൈര്യവും ഒന്നുമില്ലായിരുന്നു. വലിയ പഠിപ്പില്ലായിരുന്നു. പക്ഷെ അവരെ നിർത്തിയത് ഈ നാമമാണ്. ഒരിക്കൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആലയത്തിലോട്ട് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് ഒരു മുടന്തനായ മനുഷ്യൻ, ജന്മം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ഇരുന്ന് ഭിക്ഷ യാചിച്ചു. തിരിച്ചവർ ഭിക്ഷ കൊടുക്കുകയല്ല ചെയ്തത്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിന്നീ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാത്തവരും അല്ല. നീ വെള്ളിയും പൊന്നും ഒക്കെ ചോദിച്ചാൽ അത് ഞങ്ങളുടെ കൈവശമില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കണം.
ഇന്ന് ദൈവദാസന്മാരുടെ കൈ പൊന്നും വെള്ളിയും ഉണ്ട്, പക്ഷെ ആ നാമത്തിന്റെ സൗഖ്യമില്ല. വെള്ളിയും പൊന്നും പൈസ, ചിലരങ്ങ് ആഭരണ വിരോധികളാണ്. എന്നാൽ ചിലര് വെള്ളിയും പൊന്നുമായിട്ടല്ല, അത് കാശൊക്കെ ആയിട്ട് ബാങ്കി വെച്ചിട്ടുണ്ട്, പല രൂപത്തിൽ കയ്യിലുണ്ട്. പക്ഷെ അവര് പറഞ്ഞ സൗഖ്യം നമ്മുടെ കയ്യിലില്ല. അവര് പറഞ്ഞ നാമത്തിന്റെ ശക്തി ദൈവദാസന്മാരുടെ കയ്യിലില്ല. വെറും ഭക്തിയുടെ പൊള്ളത്തരങ്ങൾ മാത്രമേ ജനം കാണുന്നുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളിത് പറയുമ്പോൾ ഉറപ്പെന്താണെന്നറിയാം, ഈ നാമം പറയുമ്പോൾ ഞങ്ങൾക്കറിയാം ആ നാമത്തിന്റെ ഉടമസ്ഥൻ ഇതിനകത്ത് ഇറങ്ങി വരും. ഞങ്ങൾ ഉയർത്തുന്നത് ഏതെങ്കിലും സംഘടനകളെയല്ല, ഇതിനകത്ത് ഉയർത്തുന്നത് ഏതെങ്കിലും നേതാക്കന്മാരെയല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തെയല്ല ഉയർത്തുന്നത്, ഞങ്ങളെ തന്നെയല്ല ഉയർത്തുന്നത്. ഈ നാമത്തിന്റെ ഉടമസ്ഥൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എവിടെ ഉയർത്തപ്പെട്ടോ അവിടേക്ക് ജനത്തെ ആകർഷിക്കാമെന്ന് പറഞ്ഞ ആ നല്ല കർത്താവ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആ നല്ല യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളെക്കാ വലിയ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുവാണ്. ഇന്ന് രാത്രി കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ പോകുന്ന ഓരോ യോഗത്തിനും വലിയ പുതിയ പ്രതീക്ഷയോടാണ് പോകുന്നത്. കാര്യം ഈ നാമം ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. ഇതിനകത്ത് ശുശ്രൂഷകന്മാരായി ദൈവിക ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരോട് ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ ഈ നാമത്തെക്കുറിച്ച് അറിഞ്ഞാൽ രക്ഷപ്പെട്ടു നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ കൊത്തുന്ന കൊതുകിനെ കുറിച്ച് പഠിച്ചില്ലേലും, പിന്നെ അങ്ങ് പളുങ്ക് കടലിനെ കുറിച്ച് പഠിച്ചില്ലേലും ഈ നാമം അറിഞ്ഞാൽ മതി. ഈ നാമം നിന്നെ കൊണ്ട് എത്തിക്കുന്ന നാമമാണ്. എബ്രായ ലേഖനം പറയുന്നത് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ് യേശു. പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകുന്ന മാർഗമല്ല യേശുവിൻ്റെ മാർഗം, പൂർണ്ണമായി രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രിയിലും ഒരുവൻ വിശ്വസിച്ചാൽ പകുതിക്ക് വെച്ച് കളയുകയോ സോറി എന്ന വാക്ക് ഉപയോഗിച്ച് ഫണ്ട് തീർന്നു പോയെന്നൊക്കെ പറഞ്ഞ് കളയുന്ന ആടെ പിന്നിലല്ല നമ്മൾ നിൽക്കുന്നത്. നിങ്ങളെ ഒരു നാളും കൈവിടാത്ത ഒരു നല്ല രക്ഷകന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് കർത്താവിനെ സ്തുതിക്കാവൂ. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുവിനെ കണ്ടാൽ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എബ്രായ ലേഖനം 11:1 വായിക്കുന്നത്, പണ്ട് ഭാഗവും വിവിധവുമായിട്ടാണ് ദൈവം ഇടപെട്ടത്. പകുതി ആർക്കും പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് പണ്ട് കണ്ട ഭാഗമായിട്ടല്ല യേശു വന്നത്. ഇന്ന് നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം വന്നത് പണ്ട് കണ്ടതുപോലെ കേട്ടറിവല്ല, പണ്ട് കേട്ടതുപോലെ വായിച്ചറിവല്ല. അവൻ ദേഹരൂപത്തിൽ ഇന്ന് വിശ്വസിക്കുന്നവന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ ദേഹരൂപത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ ചെറുതും വലുതുമായ വിഷയത്തെ തൊടാൻ ശക്തനായ ഒരു യേശു ഇതിനകത്ത് വന്നിരിക്കുന്നു. ഈ ഒരു യേശു ഇതിനകത്ത് വന്നിരിക്കുന്നു. ഞങ്ങൾ ഈ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയാൻ പല കാരണമുണ്ട്. പല കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം ഞാൻ എടുത്തു പറയാം. ഞാൻ വായിച്ചിട്ടുള്ളൊരു ബുക്കുണ്ട്. ബുക്കിൻ്റെ പേര് പവർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. അത് നൈജീരിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ബുക്കാണ്. നൈജീരിയയിൽ നിന്ന് പുറത്തിറങ്ങിയ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ഈ ബുക്ക് നൈജീരിയൻ ഗവൺമെൻറ് നിരോധിച്ചൊരു ബുക്കാണ്. ഈ ബുക്ക് എഴുതിയ ആളിൻ്റെ പേര് ഇമ്മാനുവേൽ എംഒസി എന്നാണ്. ഇമ്മാനുവേൽ എംഒസി. ഈ ബുക്ക് എഴുതിയ ആള് ഇമ്മാനുവേൽ എംഒസി. ഇദ്ദേഹം ഒരു സാത്താൻ്റെ ആരാധനയിലെ പുരോഹിതനായിട്ട് ഒരു പുരോഹിതയെ വിവാഹം ചെയ്ത ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ ബുക്കാണ് പവർ ഓഫ് ഡാർക്ക്നെസ്. ഇദ്ദേഹത്തിൻ്റെ അനുഭവ കഥയാണ് എഴുതിയിരിക്കുന്നത്. ഈ സാത്താൻ്റെ ആരാധനയെക്കുറിച്ച് അദ്ദേഹം ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, സാത്താൻ്റെ ആരാധന രാത്രിയിൽ മാത്രമേ ആരാധന തുടങ്ങത്തുള്ളൂ. അർദ്ധരാത്രി സമയത്താണ് ആരാധന തുടങ്ങുന്നത്. അടുത്ത കാര്യം, ആരാധനയിൽ 6 വർഷത്തെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ സാത്താൻ ഇറങ്ങുന്ന ആരാധനയിൽ കയറിയിരിക്കാൻ അനുവാദമുള്ളൂ. അവരുടെ ആരാധന എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ സാത്താൻ നേരിട്ട് ആരാധകരെ കാണാൻ വരുന്ന ഒരു ആരാധനയുണ്ട്. ആ ആരാധനയിൽ കയറിയിരിക്കാൻ അനുവാദം 6 വർഷത്തെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ആരാധന നടക്കുകയാണ്. ഇങ്ങനെ ആരാധന നടക്കുമ്പോൾ ഇമ്മാനുവേൽ എംഒസി ഏകദേശം ഈ ബുക്ക് എഴുതിയ ആള് ഒരു 6 വർഷത്തിന് ശേഷം ഈ ആരാധന കയറിയിരിക്കാൻ ഇദ്ദേഹത്തിന് ഒരു പാസ് കിട്ടി. ഇദ്ദേഹം ആരാധന കയറിയിരുന്നു. അവരിങ്ങനെ സാത്താനെ വർഷിപ്പ് ചെയ്യുകയാണ്. ഭയങ്കര ശബ്ദത്തിൽ ആരാധിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ശരീരങ്ങളിൽ സാത്താൻ ഇറങ്ങുന്നത് തിരിച്ചറിഞ്ഞു.
ഇരുന്ന മുഴുവൻ ആളുകളുടെയും ശരീരം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ അന്തരീക്ഷം സാത്താന് വേണ്ടി തുറക്കപ്പെടുകയാണ്. ആ രാത്രി അവരുടെ ശരീരങ്ങൾ തിരിച്ചറിയാവുന്ന പോലെ സാത്താൻ ഇറങ്ങുകയാണ്. ആ കൂട്ടത്തിൽ നിന്ന് ഒരു മണ്ടൻ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ഇറങ്ങുന്ന സാത്താന്റെ ആരാധനയേക്കാൾ ശക്തിയുള്ള വേറെ എന്തെങ്കിലും ലോകത്തെവിടെങ്കിലും ഉണ്ടോന്ന് ഒരുത്തനൊരു ചോദ്യം ചോദിച്ചു. ചെറിയ പ്രായത്തിൽ സൺഡേ സ്കൂൾ പഠിച്ച ഇമ്മാനുവേൽ മോസ് പറഞ്ഞു, എടാ മണ്ടച്ചാരം മിണ്ടാതിരിക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ തല തകർത്ത വേറൊരു നാമമുണ്ട്. അയ്യോ, നിങ്ങൾക്ക് കേൾക്കണ്ടായോ? ഇദ്ദേഹം പറയുന്നത് അബദ്ധത്തിൽ പറഞ്ഞതാണ്. ഇദ്ദേഹം പറഞ്ഞ അബദ്ധത്തിൽ പറഞ്ഞതാണ് യേശു എന്ന്. പക്ഷെ കേൾക്കണ്ടായോ? യേശു എന്ന് പറയുകയും ആ അന്തരീക്ഷം വിട്ട് സാത്താന്റെ പ്രത്യക്ഷത ദൂരെ പോയി. ഇത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? യേശു എന്ന് ഒരുത്തൻ അബദ്ധത്തിൽ പറഞ്ഞപ്പം ഈ സാത്താന്റെ പ്രത്യക്ഷത അവന്റെ ഹെഡ് ഓഫീസിൽ ഇറങ്ങാൻ പറ്റിയില്ലെന്ന്. അന്നേരവാ ചില പ്രവാചകന്മാരും ചില ഭാഷന്മാരും നിനക്ക് പോരാട്ടമുണ്ട്, ബന്ധനം ഉണ്ടെന്നൊക്കെ പ്രവചിച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾ നോർത്തൊക്കെ യേശു എന്നൊരുത്തൻ അബദ്ധത്തിൽ പറഞ്ഞപ്പോൾ അവന്റെ ഹെഡ് ഓഫീസിനകത്ത് ആളിന് ഇറങ്ങാൻ പറ്റിയില്ല. അതായത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിൽ ആളിന് ഇറങ്ങാൻ പറ്റുമോ ഈ നാമം ഉപയോഗിച്ചാൽ? നേരിട്ട് ആരാധിക്കുന്ന സ്ഥലത്ത് ആളിന് ഇറങ്ങാൻ പറ്റില്ല. അന്നേരം ഈ ദേശത്തിലെ ഏതെങ്കിലും കൊച്ചു ബ്രാഞ്ച് ഓഫീസുകളിൽ ഇറങ്ങാൻ പറ്റുമോ? ഒരുത്തൻ അബദ്ധത്തിൽ പറഞ്ഞപ്പോൾ ഇത്രയും ശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി അറിഞ്ഞുകൊണ്ടൊരുത്തൻ പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് നടക്കും? അയ്യോ, ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത് പഴയ നിയമത്തിൽ തോറ്റ ഒരു നേതാവിനെ അല്ല. ഇന്ന് രാത്രി എന്റെ നേതാവ് ദാവീദല്ല, എന്റെ നേതാവ് മോശയല്ല, എന്റെ നേതാവ് പഴയ നിയമത്തിലെ അബ്രഹാമോ ഇങ്ങനെ തുടങ്ങിയ ഒരാളുമല്ല. അവരാരും എന്നെ സ്വാധീനിച്ചിട്ടില്ല. ഒരാളെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൂ. ആളിന്റെ പേര് യേശു എന്നാണ്. ആളിന്റെ പേര് യേശു എന്നാണ്. ആളിന്റെ പേര് യേശു എന്നാണ്. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മപകർച്ച നടക്കുന്നു. പത്രോസ് പ്രസംഗവുമായിട്ട് എഴുന്നേറ്റു. യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗവുമായിട്ട് എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ദാവീദ് എഴുന്നേറ്റു, പക്ഷേ അവന്റെ ശരീരം ദ്രവത്വം കണ്ടു. നമ്മുടെ ഇടയിൽ തന്നെ അവന്റെ കല്ലറയുണ്ട്, പക്ഷെ കല്ലറകൾക്ക് അടക്കി വെക്കാൻ കഴിയാത്ത വേറൊരുത്തനെ ഞങ്ങൾക്കറിയാം. അവന്റെ പേര് യേശു എന്നാണ്. സ്വർലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന ഏക നാമം യേശുവിന്റെ നാമം. ഒന്ന് പറയാമോ? യേശുവിന്റെ നാമം ഉറക്കെ പറയാമോ? യേശു. ഒന്ന് സഭ മുഴുവൻ ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, യേശു, യേശു. ഒരിക്കൽ യേശുവിന്റെ പിമ്പെ വന്നിട്ട് കുറെ പേർ വന്നിട്ട് യേശുവിന്റെ പിമ്പെ യേശു ഇവിടെ താമസിക്കുന്നുവെന്ന് പറഞ്ഞ് പുറകെ വന്നു. യേശു പറഞ്ഞു, വന്ന് കാൺമീൻ. യേശു പറഞ്ഞു, വന്ന് കാൺമീൻ. നമ്മൾ പറയുന്നത് കണ്ടാൽ വരാം. യേശു പറയുന്നു, വന്നാൽ കാണാം. എത്ര പേർക്ക് മനസ്സിലായി? ലോകം പറയുന്നു എന്തേലും കാണിക്ക, അങ്ങനെ വരാം. യേശു പറഞ്ഞു, വന്നാൽ കാണാം. ഹല്ലേലൂയ. യേശുവിനെ ഒരിക്കലും പുസ്തകത്തിലൂടെ നോക്കാൻ ശ്രമിക്കരുത്. യേശുവിനെ ദൂരത്ത് നിന്ന് കാണാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് എബ്രായ ലേഖനം 3-ാം അധ്യായം പറയുന്നു, 3-ാം അധ്യായം 1-ാം വചനം പറയുന്നത്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. യേശുവിനെ കാണുവാന്നെ അടുത്ത് എന്ന് കാണണം. യേശുവിന്റെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമം, സകല നാമത്തിനും മേലായ നാമം. ഈ ഭൂമിയിൽ ഒരു പേര് ഫേമസ് ആകണമെങ്കിൽ, ഒരു നാമം ഉയരണമെങ്കിൽ, ഈ ഭൂമിയിൽ ഒരു നാമം ഉയരണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ടത്, ഒരാളുടെ പേര് ഫേമസ് ആകാൻ, ഒരു നാമം ഫേമസ് ആകാൻ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അവൻ നല്ല കുടുംബത്തിൽ ജനിച്ചിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരാളുടെ പേര് ഫേമസ് ആകാൻ നല്ല കുടുംബത്തിൽ ജനിക്കണം. സ്തോത്രം. അതല്ലെങ്കിൽ അവന്റെ ചിന്തകൾ കൊണ്ട് അവന്റെ പേര് ഫേമസ് ആക്കാൻ പറ്റും. അവന്റെ ആശയങ്ങൾ ലോകത്ത് അവന്റെ പേര് ഫേമസ് ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ 3ാമത് യുദ്ധങ്ങൾ വഴി പേര് ഫേമസ് ആക്കാം. 3 കാര്യങ്ങൾ. ഒന്ന്,
നല്ല കുടുംബത്തിൽ ജനിച്ചിരിക്കണം. 2 ഭയങ്കര ആശയങ്ങൾ, ഭയങ്കര ചിന്തകൾ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കണം. 3 യുദ്ധങ്ങൾ വഴി പേര് ഫേമസ് ആക്കാം. ഒരു പേര് ഫേമസ് ആകണേ ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് വന്നിരിക്കണം. കുടുംബത്തിൽ ജനിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം കേരളത്തിലെ ഒരു കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞ് കാര്യമില്ല. ലോകം മൊത്തം നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ഒരിക്കലും നിങ്ങളെ ലോകം ശ്രദ്ധിക്കത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു കുടുംബമുണ്ട്. ആ കുടുംബം നെഹ്റു കുടുംബമാണ്. നെഹ്റു കുടുംബത്തിൽ ഒരുത്തൻ ജനിച്ചാൽ അവൻ്റെ പുറകെ ഇവിടുത്തെ വീഡിയോക്കാർ മൊത്തം നിൽക്കും. കാര്യം ആ കുടുംബം ഫേമസ് ആണ്. ആ കുടുംബത്തിൽ ജനിക്കുന്നവരും പെട്ടെന്ന് ഫേമസ് ആകും. സ്തോത്രം, സ്തോത്രം. അടുത്തത് ഭയങ്കര ചിന്തകൾ വേണം. ചിന്തകൾ വെച്ച് ലോകത്തെ ഇളക്കി മറിക്കാം. കാരൽ മാക്സിനെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത ലോകത്തെ ഇളക്കി മറിച്ച ചിന്തകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ചിന്ത ലോകത്തെ ശാസ്ത്ര ലോകത്തെ സ്വാധീനിച്ച ചിന്തകളാണ്. അവർ വലിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല അവരുടെ പേര് ഇന്നും ഓർത്തിരിക്കുന്നത്. അവരുടെ ചിന്ത അത്ര വളരെ ശക്തമായിരുന്നു. എന്നാൽ ഹിറ്റ്ലറിനെ ഓർമ്മ വരുന്നത് യുദ്ധം വഴിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ, നെപ്പോളിയൻ, ഇങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നത് യുദ്ധം വഴി അവർ പേരെടുത്തവരാണ്. ഒരു നാമം ഫേമസ് ആകണേ 3 ഒരു കാര്യത്തിൽ നിന്നിരിക്കണം. ഈ ഭൂമി ജനിച്ച് ജീവിച്ച് മരിച്ച സകല പേരുകളും ഏതെങ്കിലും ഒന്നിനകത്തെ പേര് ഫേമസ് ആക്കാൻ പറ്റിയുള്ളൂ. ഞാൻ ഈ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നത് പ്രായത്തിൻ്റെ വെപ്രാളം കൊണ്ടല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് പറയുന്നത്. എന്തേലും ആവേശം കൊണ്ടല്ല, എൻ്റെ പിന്നിൽ വലിയ സംഘടനകൾ പറഞ്ഞയച്ചത് കൊണ്ടല്ല. ഈ നാമം അത്ര ഫേമസ് ആണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ വലിയ കുടുംബത്തിൽ ജനിച്ച വലിയ ആളുകൾക്ക് വലിയ ചിന്തകളില്ലാതെ പോയി. അവർക്ക് യുദ്ധങ്ങളില്ലായിരുന്നു. നല്ല ചിന്തയുള്ളവന് വലിയ കുടുംബമില്ലാതെ പോയി. വലിയ യുദ്ധങ്ങൾ ജയിച്ച ആളുകൾക്ക് കുടുംബമില്ലായിരുന്നു, ചിന്തയില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത്, ഏതെങ്കിലും ഒരു പാർട്ടിനകത്തെ അവർക്ക് നിൽക്കാൻ പറ്റിയുള്ളൂ. എന്നാൽ ഈ 3 പേര് ഫേമസ് ആയ ഒരാളുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. എൻ്റെ കൂടെ എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റും? ഈ 3 യേശുവിൻ്റെ പേര് ഫേമസ് ആയിരുന്നു. 3 യേശുവിൻ്റെ പേര് ഫേമസ് ആയിരുന്നു. അബദ്ധത്തിൽ വഴിവക്കിൽ ജനിച്ച അല്ല യേശു. അവൻ്റെ വംശാവലിയിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. അവൻ്റെ വംശാവലിയിൽ അന്നത്തെ ഏറ്റവും വലിയ കുടുംബം ദാവീദിൻ്റെ കുടുംബമാണ്, രാജാക്കന്മാരുള്ള കുടുംബം. ആ കുടുംബത്തിലാണ് യേശു ജനിച്ചത്. അങ്ങനെ അബദ്ധത്തിൽ ജനിച്ച ആളല്ല, അവൻ്റെ കുടുംബം ഫേമസ് ആയിരുന്നു. യേശുവിൻ്റെ ചിന്തകൾ വളരെ ഫേമസ് ആയിരുന്നു. ഒരു കർണത്തടിച്ചവർക്ക് മറുകർണവും കാണിച്ചു കൊടുക്കുന്ന ഗാന്ധിജിയെ പറയുവാൻ ആവേശം കൊള്ളിപ്പിച്ച വാചകം യേശുവിൻ്റെ വാചകമായിരുന്നു. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ലോക ഫേമസ് ആണ്. യേശുവിൻ്റെ ചിന്തകൾ ലോക ഫേമസ് ആണ്. യേശുവിന് യുദ്ധത്തിൽ പേരെടുത്തു. യേശുവിൻ്റെ യുദ്ധം മനുഷ്യരോടല്ലായിരുന്നു. യേശുവിൻ്റെ യുദ്ധം മാനവ കുലത്തിൻ്റെ മുഴുവൻ പൊതു ശത്രുവായ ലൂസിഫർ ായിരുന്നു. എത്ര പേർ മനസ്സിലാക്കുന്നു? 3 യേശു പേര് ഫേമസ് ആക്കി. യേശു ഒരിക്കൽ ഹേരോദാവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും ഞാൻ ഇവിടെ ഉണ്ട്, 3-ാം നാൾ ഞാൻ രോഗികളെ സൗഖ്യമാക്കും എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. യേശുവിൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ യേശു അത് പറഞ്ഞതിൻ്റെ കാരണം 2 സാമ്രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. ഒന്ന് കുറുക്ക സാമ്രാജ്യം. പല നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കും. ആ രാജാവിനെ രാജാവാക്കി അവർ വാഴിക്കും. ആ രാജാവ് വാഴുന്ന സാമ്രാജ്യത്തെ അന്ന് വിളിക്കുന്നത് കുറുക്ക സാമ്രാജ്യം എന്നാണ്. കുറുക്കന്മാരെങ്ങനെ പ്രിയരെ പോകുന്നത്? കൂട്ടത്തോടാണ് പോകുന്നത്. അന്നത്തെ കൂട്ടമായി ഒരാ രാജാവിനെ തെരഞ്ഞെടുത്താൽ അവർ വിളിക്കും കുറുക്ക സാമ്രാജ്യം. എന്നാൽ ആരുടെ പിന്തുണയുമില്ലാതെ ഒരു സാമ്രാജ്യത്തിന് നിൽക്കാൻ പറ്റിയാൽ ആ സാമ്രാജ്യത്തിന് വിളിക്കുന്നത് സിംഹ സാമ്രാജ്യം എന്നാണ്. യേശു പറയാ, ഹേരോദാവേ, നിന്റെ സാമ്രാജ്യം കുറുക്ക സാമ്രാജ്യമാണ്. എന്നാൽ യേശുവിൻ്റെ സാമ്രാജ്യം യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമാണ്. ഞാൻ, എൻ്റെ സാമ്രാജ്യം സിംഹ സാമ്രാജ്യമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ലൂസിഫറിനെ തോപ്പിക്കാൻ പോയത് ടീമായിട്ടല്ല പോയത്. യേശു ലൂസിഫറിനെ തോപ്പിക്കാൻ പോയത് ഒറ്റ
ഒറ്റയ്ക്കാണ് പോയത്. കുറുക്കന്മാരാണ് ടീമായിട്ട് പോകുന്നത്. സിംഹം ഒറ്റയ്ക്കാണ് പോകുന്നത്. സിംഹത്തിന് ആരുടെയും പിന്തുണ വേണ്ട. യേശു ലൂസിഫറിനെ തോപ്പിക്കാൻ ഗെത്സമനയിൽ വെച്ച് 11 ശിഷ്യന്മാർ 11 വഴിക്കോടി. എന്തിനാണ് അങ്ങനെ ഓടിച്ചു വിട്ടത്? ഈ ശത്രുവിനെ തോപ്പിക്കാൻ ടീമായിട്ടല്ല പോകുന്നത്, ഞാൻ നേരിട്ട് പോകാൻ പോവുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? യേശു കാൽവറി മലയിലേക്ക് പോവുകയാണ്. സത്യത്തിൽ നേതാക്കന്മാരുടെ മരണം പ്രസ്ഥാനത്തിന് നഷ്ടമേ ഉണ്ടാക്കത്തുള്ളൂ. എന്നാൽ യേശുവിന്റെ മരണം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയാം, ഈ പ്രസ്ഥാനത്തിന് നഷ്ടം അല്ലായിരുന്നു. അവന്റെ മരണമാണ് എന്റെ പുത്രത്വം നൽകിയത്. അവന്റെ മരണമാണ് എനിക്ക് നീതീകരണം നൽകിയത്. അവന്റെ മരണമാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. ഓ, ക്രൂശിന് ശത്രുവായിരുന്ന എന്നെ അതിലേക്ക് അടുപ്പിച്ച ഏക കാരണം അവന്റെ മരണമായിരുന്നു. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിലും അവന്റെ മരണത്തിന്റെ എഫക്റ്റ് ഇതിനകത്തുണ്ടാ പോകാൻ പോകുകയാണ്. അവന്റെ മരണം, അവന്റെ മരണം എന്റെ പഴയ മനുഷ്യനെ തകർക്കുന്നതായിരുന്നു. എന്റെ പഴയ മനുഷ്യന്റെ അന്ത്യം കുറിക്കുന്നതായിരുന്നു. സ്തോത്രം. ലിസി എന്ന് പറഞ്ഞൊരു പേരെന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ലിസി യേശു ചെയ്യുന്ന കാര്യം ദൈവം എന്നോട് കർത്താവിനെ വെച്ചപ്പോ ഈ സിസ്റ്ററോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് വീണപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ലിസിയെ ഇന്ന് പകലിൽ ഞാൻ തൊടാൻ പോവുകയാണ്. വർഗീസിനെ കർത്താവ് സ്പർശിക്കുന്നെന്ന് പറയും. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്നാണ്, ഈ സിസ്റ്ററുടെ പേര് ലിസി എന്നാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ അടുത്താരെ കൂടെ തൊടുന്നല്ലേ കർത്താവ്? ഭയങ്കര അത്ഭുതം ഈ കുടുംബത്തിനകത്ത് കർത്താവ് ഈ പകലുകൊണ്ട് തുടങ്ങുകയാണ്. ഭയങ്കര അത്ഭുതം, ഒരു ഭയങ്കര അത്ഭുതം കർത്താവ് തുടങ്ങുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ട് സിസ്റ്റർ, നിങ്ങളുടെ ഉദരത്തിൽ യേശുവിന്റെ കൈവരുക. യേശുവിനോട് പറഞ്ഞതാ, വയറിനകത്തെ ആ ട്യൂമർ യേശു ഒരു ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നു? ഓപ്പറേഷൻ ക്യാൻസർ എന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. പോസ്റ്റ് പറയത്തില്ല, നിങ്ങൾ വിചാരിച്ച തെറ്റിയത്. ആൽബിനെ തൊടുവെന്ന് പറഞ്ഞപ്പോ ആൽബിൻ വന്നില്ല, അതാ വിളിച്ചോണ്ട് വരുത്തി. മോനാ യൂട്രസിനകത്ത് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഞാൻ പറഞ്ഞതില്ലായിരുന്നു. ഗർഭാശയത്തിൽ മുഴയുണ്ടെന്നുള്ള ഫയലുമായി ഇന്നലെ ബോംബെയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ നാട്ടിൽ വന്നു. ബോംബെയിൽ വന്നതാ? അതെ. അപ്പൊ ഇന്നലെ ഇന്നലെ പ്രോഗ്രാം കണ്ടോണ്ടിരുന്നു ടിവിയില്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് അടൂര് ഒന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. കർത്താവിന് ദൂരത്തുനിന്ന് വരുന്നവരെ ഇപ്പൊ തൊടുന്ന മൊത്തം ദൂരത്തുനിന്ന് വരുന്നത്. ബോംബെന്ന് വന്നതാ. ഇത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വന്നതാണോ? ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഫയൽ ഞാൻ കൊണ്ടുവന്നു. ഇപ്പൊ കൊട്ടാരക്കര വിദ്യാർത്ഥി വരുമായിരുന്നു. വിജയാസി പോകാൻ വേണ്ടി വരുമായിരുന്നു. പോകുന്നു. ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് പോവാന്. അപ്പൊ ഫയൽ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിച്ചു. എന്റെ ദൈവം എനിക്ക് സൗഖ്യമാക്കി. വരാനുള്ളതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തരും. ആ ഫയൽ ഞാൻ കണ്ടിട്ടില്ല. അടച്ചകത്ത് കയറ്റിവെച്ച ഫയല് പരിശുദ്ധമായി പൊക്കിയെടുത്തു. ആ വീട്ടിലെ ഭർത്താവിന്റെ പേരിതാണ്, മോന്റെ പേരിതാണ്, എവിടെ പ്രശ്നം ഇതാണ്, എവിടെ രോഗം ഇതാണ്.
ഇവിടെ പരിശുദ്ധാത്മാവ് നടത്തുക. പ്രിയരെ, ഇന്ന് കേട്ട ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇപ്പോൾ ആയിരിക്കുന്നെങ്കിൽ, ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മുറിയിലേക്ക് ഇവിടെ കണ്ട അതിനേക്കാൾ ശക്തമേറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രാർത്ഥനയോടായിരിക്കുന്ന ചിലരുടെ മേൽ ഇപ്പോൾ ആ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഇതുവരെയും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ നാവിൽ അനുഭവിക്കത്തക്ക രീതിയിൽ ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ ഇതുവരെയും ഞങ്ങളുടെ ശരീരത്തിൽ അന്യഭാഷയായി പറഞ്ഞിട്ടില്ലാത്തവർക്ക് അന്യഭാഷയായി തന്നെ വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ചില മാതാപിതാക്കളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ, ചില കുഞ്ഞുങ്ങളെ അങ്ങ് സ്പർശിക്കണമേ, ദൈവിക സ്പർശനം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയെ പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരണമേ. വസ്തു വിൽക്കുവാൻ കിടക്കുന്ന ഒത്തിരി പേരെ കാണിച്ചിട്ട് അത് നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്നു. അടുത്ത 90 ദിവസത്തിനകത്ത് ആ വസ്തു വിറ്റ് ഏറ്റവും വലിയൊരു നന്മ നിൻ്റെ കയ്യിൽ വരുന്നെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ സൗഖ്യമാകട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ പുറത്തു പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡുകൾ അപ്രത്യക്ഷമാകട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇപ്പോൾ തന്നെ വയറിലെ മുഴകൾ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തളർവാദങ്ങൾ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വാദസംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു തൊട്ടിരിക്കാൻ സ്തോത്രം, അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ടീം 24 മണിക്കൂറും ഈ നമ്പറുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും കേൾപ്പാൻ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.